Hello my dear students, welcome back to my channel. Yours Meraki. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഫറൻസിയേഷൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ചെയിൻ റൂൾ. ചെയിൻ റൂൾ നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് കോമ്പോസിറ്റ് ഫങ്ഷൻസിൻ്റെ കേസിലാണ് ചെയിൻ റൂൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷൻ വരുന്ന കേസിൽ. സോ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് യു ആണ്, യു ഇസ് ഈക്വൽ ടു എഫ് ജി ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ എന്ത് പറയും? നമുക്കിതിനെങ്ങനെ പറയാം? y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്. സോ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചെയിൻ റൂൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് dy ബൈ ഡി എക്സ് ആണ്. സോ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം y എന്ന് പറയുന്നത് യുടെ ഫംഗ്ഷനാണ്, u എന്ന് പറയുന്നതാണ് എക്സിൻ്റെ ഫംഗ്ഷൻ അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? y യുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് yനെ u വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. u എന്ന് പറയുന്ന എക്സിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് യുവിനെ എക്സ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ നമുക്ക് dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് yനെ യു വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തതും അതുപോലെ യുവിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കാണിക്കാം. y is equal to u square and u is equal to 2x minus 5. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy ബൈ ഡി എക്സ് ആണ്. ഓക്കെ, സോ dy ബൈ ഡി എക്സ് ഈക്വൽ ടു എന്നാണ് ഇക്വേഷൻ? y എന്ന് പറയുന്ന യുടെ ഫംഗ്ഷനാണ്. സോ yനെ യു വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ വിത്ത് യുവിനെ നമ്മൾ എന്താണ്? യു എന്ന് പറയുന്ന എക്സിൻ്റെ ഫംഗ്ഷനാണ്. സോ യുവിനെ എക്സ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ. സോ നമുക്കിവിടെ ചെയ്യാം dy ബൈ ഡി യു. എന്താണ് dy ബൈ ഡി യു? വൈനെ y ഈക്വൽ ടു യു സ്ക്വയറാണ്. സോ എന്നാ വരും? യു സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2u അല്ലേ. ഇനിയോ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2xനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ 2xനെയാണ് നമ്മൾക്ക് എക്സ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2x ചെയ്താൽ എന്ത് കിട്ടും? 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 2, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 ആണ്. അപ്പോൾ 2 × 1 എന്ന് പറഞ്ഞാൽ 2 കിട്ടി. ഇനി -5. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ലീനിയർ ഫംഗ്ഷൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സിൻ്റെ ഏതാണോ കോഎഫിഷ്യൻറ്റ് ആ ഒരു കോഎഫിഷ്യൻറ്റ് മാത്രമേ നമുക്ക് വാല്യൂ വരുള്ളൂ. സോ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ നമുക്കിവിടെ വാല്യൂ അപ്ലൈ ചെയ്യാം. 2u ഇൻറ്റു യു, സോറി 2u ഇൻറ്റു 2 അല്ലേ. 2u ഇൻറ്റു 2 അതായത് എന്നാ കിട്ടും? 4 ഇൻറ്റു യു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് നമുക്ക് dy ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഈ യുവിനെ എക്സിൻ്റെ വാല്യൂയിലോട്ട് മാറ്റണം. സോ യു എന്ന് പറയുന്നത് എന്താണ്? 2x മൈനസ് 5. സോ 4 ഇൻറ്റു 2x മൈനസ് 5. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാം. എന്നാ കിട്ടും? 2 ഇൻറ്റു 4 ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 8x മൈനസ് 20 എന്ന് കിട്ടും. സോ ഇതാണ് എന്ത്? dy ബൈ ഡി എക്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം 2 സ്റ്റെപ്പായിട്ട് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റിൽ എന്ത് ചെയ്യുക? എല്ലാ ടേംസിനെ എക്സിൻ്റെ ഫോമിലേക്ക് മാറ്റുക. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. y ഇസ് ഈക്വൽ ടു, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇഗ്നോയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ബി കോമുകാരുടെ. y ഇസ് ഈക്വൽ ടു u പവർ 4 ആൻഡ് u ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. എങ്ങനെ ചെയ്യും? സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് dy ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ് ഇക്വേഷൻ? dy ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് അല്ലേ. എന്താണ് dy ബൈ ഡി യു? dy ബൈ ഡി യു എന്താണ്? യു പവർ 4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്നാ കിട്ടും? എക്സ് റേസ് ടു n എന്ന് പറഞ്ഞാൽ എക്സ് പവർ n മൈനസ് 1. സോ ഇവിടെ എന്നാ കിട്ടും? 4x യു പവർ യു മൈനസ് 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3. സോ 4u³ എന്ന് കിട്ടും അല്ലേ. ഇനി എന്താണ് ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ?
du/dx എന്ന് പറഞ്ഞാൽ എന്നാ എക്സ് സ്ക്വയറിൻ്റെത് 2x പ്ലസ് എക്സിൻ്റെത് 1 അല്ലേ. 1ൻ്റെത് എന്താണ് കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ വാല്യൂസ് ഒന്നും ഇല്ല, സോ 0. സോ നമുക്ക് വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. dy/dx ഈക്വൽ ടു എന്നാ കിട്ടും 4u³ ഇൻറ്റു 2x പ്ലസ് 1. സോ എന്നാ കിട്ടും, യുടെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്തെടുക്കുക. എന്നാ യുടെ വാല്യൂ u ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. സോ 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. പിന്നെ എന്താണ് u ക്യൂബാണ്, സോ ഇവിടെ ഒരു ക്യൂബ് വരും, പിന്നെ ഇൻറ്റു 2x പ്ലസ് 1. ഇതാണ് എന്നാ വാല്യൂ. യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു, dy/du കണ്ടുപിടിച്ചു, അതുപോലെ du/dx കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് രണ്ടിൻ്റെ വാല്യൂസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. യുക്ക് പകരം നമ്മളിവിടെ തന്നിരിക്കുന്ന യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ചെയ്തോളൂ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് തരാണ്ടൊരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിക്കാം. ഇരിക്കേണ്ട കുറച്ച് റിസൾട്ട്സ് ആണ്. log x, d/dx ഓഫ് log x. log xന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 1/x ആണ്. അതുപോലെ എക്സ്പോണൻഷ്യൽ e⁻x ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് e⁻x തന്നെയായിരിക്കും. അതുപോലെ a⁻x a⁻x ഇൻറ്റു log a ആയിരിക്കും. log ദ ബേസ് e ആണ് കേട്ടോ ഇവിടെ വരുന്നത്. log ദ ബേസ് e ആണ് വരുന്നത്. സോ log e ആയിരിക്കും വരുന്നുണ്ടാകുക. ഓക്കെ, ഇവിടെ ബേസ് e ആണ് കേട്ടോ. അതായത് നമ്മൾ നാച്ചുറൽ ലോഗരിതമാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ടും ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. ഓക്കെ, ഈ ലോഗും എക്സ്പോണൻഷ്യലൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. log x³ പ്ലസ് 5x² മൈനസ് 7x പ്ലസ് 2. ഇതെങ്ങനെ ചെയ്യും? സോ നോക്കുക, ഇത് ലോഗിൻ്റെ അകത്ത്, ലോഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, നമുക്കറിയാം. ലോഗിൻ്റെ അകത്താണ് വേറൊരു ഫംഗ്ഷൻ വരുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് y ഇസ് ഈക്വൽ ടു log u എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ u എന്ന് പറഞ്ഞിട്ട് ഈ ലോഗിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഫംഗ്ഷനെ കൊടുക്കാം. അതായത് u ഇസ് ഈക്വൽ ടു x³ പ്ലസ് 5x² മൈനസ് 7x പ്ലസ് 2 ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ചെയിൻ റൂളിൽ ചെയ്യുന്ന അതേ മെത്തേഡിൽ ചെയ്യാം. എങ്ങനെയാണ് ചെയിൻ റൂൾ ചെയ്യുക, dy/du ചെയ്യണം അല്ലേ. dy/du എന്ന് പറഞ്ഞാൽ എന്താണ്, 1/u അല്ലേ, 1/u. ഇനിയോ du/dx ചെയ്യണം, എന്താണ് 3x². x³ എന്താണ് 3x² പ്ലസ് 5 ഇൻറ്റു 2x മൈനസ് 7 ഇൻറ്റു 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 7 മാത്രം അവിടെ കൊടുക്കുക. ഇത് എത്ര വരും, 3x² പ്ലസ് 10x മൈനസ് 7. ഇനി എന്നാ അടുത്തത്, dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്, dy/du ഇൻറ്റു du/dx. അപ്പോൾ കൊടുക്കുക, dy/du എന്നാ 1/u ഇൻറ്റു എന്താണ് du/dx എന്ന് പറയുന്നത് 3x² പ്ലസ് 10x മൈനസ് 7. ഇനി എന്നാ ചെയ്യണം, നമ്മൾ യുടെ വാല്യൂ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. സോ എന്നാ കിട്ടും, 3x² പ്ലസ് 10x മൈനസ് 7 ഡിവൈഡഡ് ബൈ x³ പ്ലസ് 5x² മൈനസ് 7x പ്ലസ് 2. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, നിങ്ങൾക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യുന്നൊരു മെത്തേഡാണിത്. ഇനി ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. ചെയിൻ റൂൾ ഒന്ന് അപ്ലൈ ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ആ ഒരു മെത്തേഡ് കൂടെ സെയിം ക്വസ്റ്റ്യൻ, ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കിത് രണ്ട് മെത്തേഡ് ചെയ്യാം. ഞാനൊന്ന് ചെയിൻ റൂൾ വെച്ച് കാണിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് നോർമലായിട്ട് ഡയറക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ചെയിൻ റൂൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും, ചെയിൻ റൂൾ യൂസ് ചെയ്താണെങ്കിൽ ഇവിടെ നമ്മൾ y ഇസ് ഈക്വൽ ടു
ഇ പവർ യു എന്ന് കൊടുത്തു. യു ഇസ് ഈക്വൽ ടു ഈ പവറായിട്ട് വരുന്നത് എന്താണ് 5x മൈനസ് 2 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് dy ബൈ ഡി യു ചെയ്തു. എന്താണ് dy ബൈ ഡി യു? ഇ പവർ യു എന്ന് പറഞ്ഞാൽ ഇ പവർ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താ? ഇ പവർ എക്സ് തന്നെയാണ് അല്ലേ? എക്സ്പോണൻഷ്യലിൻ്റെ ഡിഫറൻഷ്യൽ എക്സ്പോണൻഷ്യൽ തന്നെയാണ്. ഇനി ഡി യു ബൈ ഡി എക്സ് എന്നാ 5. ഇതെന്നാണ് ലീനിയറാണ്. അപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് മാത്രം വരും. സോ എന്നാ കിട്ടും ഇവിടെ? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്നാണ്? ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. സോ എന്നാ കൊടുക്കും? ഇ പവർ യു ഇൻറ്റു 5 അല്ലേ? അവിടെ കൊടുക്കുന്ന സമയത്ത് എന്നാ കിട്ടും? ഇ പവർ യുടെ വാല്യൂ കൊടുക്കുക. 5 ഇൻറ്റു ഇ പവർ യുടെ വാല്യൂ എന്നാ 5x മൈനസ് 2. ഇതാണ് ആൻസർ. ഓക്കെ, ഇതാണ് ചെയിൻ റൂൾ മെത്തേഡ് വഴി ചെയ്യുന്നത്. നമ്മൾ നോർമൽ മെത്തേഡ് വഴി ചെയ്യുന്നത് കാണിക്കാം. നമ്മളുടെ y is equal to എന്നാണ്? ഇ പവർ 5x മൈനസ് 2. അപ്പോൾ ഡി വൈ ബൈ ഡി യു ഡി എക്സ് ചെയ്യണം. ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ എന്താണ്? ഇ പവർ സംതിങ്. അപ്പോൾ ഇ പവർ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? ഇ പവർ എക്സ് തന്നെ. അപ്പോൾ ഇവിടെ ഇ പവർ എക്സ് എന്താണ്? 5x മൈനസ് 2. ഇനി എന്താണ്? ആ എക്സിൻ്റെ ആ ഒരു പൊസിഷനിലുള്ള ടേം, അതായത് ഈ ഒരു ടേമിന് ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ എന്നാ കിട്ടും? 5ന് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 5 ഇൻറ്റു 1 5 മൈനസ് 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടേം, അതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. സോ നമുക്കിതിന് എന്നാ കിട്ടി? 5 ഇൻറ്റു ഇ പവർ 5x മൈനസ് 2. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് മെത്തേഡ് വഴിയും ചെയ്യാം. നമുക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള മെത്തേഡ് ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഈ ഒരു പോർഷനാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്? ചെയിൻ റൂൾ ആണ്. ചെയിൻ റൂൾ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ലോഗരിതമിക് ഫംഗ്ഷൻസിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യും? ലോഗരിതമിക് ഫംഗ്ഷൻസിൻ്റെ കേസിലാണെങ്കിൽ y ഈക്വൾ എങ്ങനെയാണ്? ലോഗ് എക്സിൻ്റെത് 1/x ആണ്. ഇ പവർ എക്സിൻ്റെ എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ ഇ പവർ എക്സ് ആണെങ്കിൽ ഇ പവർ എക്സ് തന്നെ ആയിരിക്കും. അതുപോലെ എ പവർ എക്സ് ആണെങ്കിൽ എ പവർ എക്സ് ഇൻറ്റു ലോഗ് ദ ബേസ് ഇ എ ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ചില ഡിഫിക്കൾട്ടായിട്ടുള്ള കേസിലൊക്കെ നമ്മൾ ലോഗരിതം യൂസ് ചെയ്തിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടി വരും. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലോഗരിതമികത്തിൻ്റെ കുറച്ച് ഐഡൻറ്റിറ്റീസ് പഠിച്ചു വെക്കാനുണ്ട്. സോ അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ചെയിൻ റൂൾ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ലോഗരിതമിക് ഫംഗ്ഷനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ആയല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ.